നമസ്കാരം. കോടതിയുടെ വാക്കിന് പോലും പുല്ലുവില ഒടുവിൽ കൊടുക്കേണ്ടി വന്നത് വലിയ തുകയും. പിണറായി വിജയൻ ഭരിക്കുന്ന സംസ്ഥാനത്തെ സ്ഥിതിയാണിത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രമടങ്ങിയ ഒരു കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതിന്റെ പേരിൽ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ 5600 രൂപയാണ് പിഴയായി അടച്ചത്. പൊതുനിരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കരുത് എന്ന കോടതിയുടെ ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സംഘടനയുടെ കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. സെക്രട്ടേറിയറ്റിന്റെ കന്റോൺമെന്റ് ഗേറ്റിന്റെ സമീപമായിരുന്നു മുഖ്യമന്ത്രിയുടെ കട്ടൗട്ടോടു കൂടിയ ബോർഡ് നടപ്പാതയിൽ തന്നെ സ്ഥാപിച്ചത്. CPM അനുകൂല സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് ബോർഡ് സ്ഥാപിച്ചത്. സംഘടനയുടെ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ബോർഡ്. മുഖ്യമന്ത്രിക്ക് പുറമെ CPM ജില്ലാ സെക്രട്ടറി വി ജോയി MLA ചിത്രവും ബോർഡിലുണ്ടായിരുന്നു. നിയമം നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ ഫ്ലെക്സ് വെച്ചത് നീതീകരിക്കാനാവില്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അനധികൃതമായി ഫ്ലെക്സ് സ്ഥാപിച്ചതിന് സംഘടനയുടെ പ്രസിഡന്റ് P ഹണിയെയും പ്രവർത്തകനായ അജയകുമാറിനെയും പോലീസ് പ്രതി ചേർത്തുകൊണ്ട് കേസെടുക്കുകയും ചെയ്തു. ഫ്ലെക്സ് സ്ഥാപിച്ചത് പൊതുജനങ്ങൾക്ക് മാർഗതടസ്സമുണ്ടാക്കുന്ന രീതിയിലാണ് എന്നും കാൽനട യാത്രക്കാർക്ക് ഇതുമൂലം ബുദ്ധിമുട്ടുണ്ട് എന്നും അമിക്കസ് ക്യൂറി പറഞ്ഞു. വിവാദമായതോടെ ഫ്ലെക്സ് നഗരസഭ നീക്കം ചെയ്തു. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ കോർപ്പറേഷൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് കോടതി രൂക്ഷമായ വിമർശനം നടത്തിയത്. സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ സർക്കാർ ഉത്തരവുകൾ ലംഘിക്കുന്നത് അമ്പരപ്പിക്കുന്നുവെന്ന് ഹൈക്കോടതി പറഞ്ഞു. അനധികൃത ബോർഡുകളും ഫ്ലെക്സുകളും നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. തിരുവനന്തപുരത്ത് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ കൂറ്റൻ ഫ്ലെക്സും മുഖ്യമന്ത്രിയുടെ കട്ടൗട്ടും സ്ഥാപിച്ച വിഷയത്തിലായിരുന്നു കോടതിയുടെ ഈ പരാമർശം. കാഴ്ച മറച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും സംഘടനകൾക്കുമെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഹൈക്കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. കൊല്ലം ചിന്നക്കടയിൽ പാതയോരങ്ങളിൽ വ്യാപകമായി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചതിന് ശക്തമായ താക്കീതാണ് ഇക്കഴിഞ്ഞയിടയ്ക്ക് ജസ്റ്റിസ് നൽകിയിരുന്നത്. കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ച് താക്കീത് ചെയ്യുകയും 2.5 ലക്ഷം രൂപ പിഴ അടയ്ക്കേണ്ടി വരുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചിരുന്നു. കൊല്ലം കോടതി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് ഹൈക്കോടതി ജഡ്ജി ഇടപെട്ടത്. വഴിയാത്രക്കാരുടെയും വാഹനയാത്രക്കാരുടെയും കാഴ്ച മറയ്ക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ വരുത്തിവെക്കുന്ന വിന പറഞ്ഞറിയിക്കേണ്ടതല്ല. പാർട്ടികളുടെയും നേതാക്കളുടെയും പ്രതിച്ഛായ നിർമ്മാണത്തിനും വർധനയ്ക്കും വേണ്ടി സ്ഥാപിക്കുന്ന ഫ്ലെക്സുകൾ എത്രമാത്രം പൊതുജന ശല്യമാണെന്നറിയാമെങ്കിലും അത് കണ്ടില്ല എന്ന് നടിക്കുകയായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ. CPMന്റെ സമ്മേളനങ്ങൾ നടക്കുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഫ്ലെക്സുകളും ബോർഡുകളും നഗര ഗ്രാമീണ പ്രദേശങ്ങളിൽ നിറയുകയാണ്. ഈ വിഷയങ്ങളിൽ കർക്കശമായ നിലപാട് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കൈക്കൊണ്ടത്. അനധികൃത ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യാത്തതിൽ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തിയത്. ഇതുവരേക്കും എത്ര ബോർഡുകൾ നീക്കം ചെയ്തുവെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യാൻ ധൈര്യം വേണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശിച്ചു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പിഴയൊടുക്കേണ്ടി വന്നിരിക്കുന്നത്.